ഷാർജ ഇൻ്റർനാഷണൽ ബുക്ക് ഫെയറിൽ 2024 ഒരുപാട് പുസ്തകങ്ങളാണ് പ്രകാശനം ചെയ്യപ്പെട്ടത്. നമ്മുടെ മലയാളികളായ ഒരുപാട് എഴുത്തുകാരുടെ പുസ്തകങ്ങൾ പ്രകാശനം ചെയ്തു. അതിൻ്റെ നമുക്ക് ഒരു 2024 പുസ്തക പ്രകാശനത്തിൻ്റെ പുസ്തകങ്ങളുടെ ഒരു യാത്രയിലേക്കാണ് തുടങ്ങുന്നത്. ആ യാത്രയിൽ നിങ്ങൾക്കും ഒത്തുചേരാം. ഇന്നു മുതൽ നമ്മൾ ആ ഷോ തുടങ്ങുകയാണ്. അപ്പോൾ ആർക്കെങ്കിലും ഇതിൻ്റെ ഭാഗമാകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് കോൾ ചെയ്യാം. നമ്മുടെ ഈ യാത്രയുടെ കൂടെ സഞ്ചരിക്കാം. അപ്പോൾ എല്ലാ എഴുത്തുകാർക്കും എല്ലാ ഭാഷാസ്നേഹികൾക്കും നമസ്കാരം. ഈ ഷോയിലേക്ക് സ്വാഗതം. Being a Malayali, you are bringing up, you are talking about the Telugu and you are promoting Kannada. We really appreciate because I am a half Canadian. Yeah, so that's another reason. Why I would like to emphasize on different languages because the language closeness bring people together. Actually, hearts are going to be together once you have the language conversation. You are translated part of the bus. Vishwambaram. This is Dr. C. Narayana Reddy, who is just like he was MLA also. You can compare in Kerala, is like an envy of Telugu. Yeah. So that's another reason. I was telling Council General that the next year we want to make minimum 5-star from each state. We should dominate this hall. Yeah. So that's the reason Council General has taken a personal assurance that is going to write each state from Council General, that pre-place plan, the writers from each state, publishers from each state, students from each state, and make a true event from unity in diversity. So that's what I'm showing you next year, because Sharjah is always have a very close connection with Indians. So this is, you can see the more Indian show than a international show in this part of the world. So we want to bring more and more different languages from India, and International is ready to host as or guideline to give stand in front of them for any support. Thank you very much. So much, Dr. Sushma ji, and hearty congratulations, and thank you so much for translating Telugu book into Kannada. Actually, my name Malayalam. So actually, Kannada Sangha president was revoked my name, and it was mentioned that I am a writer, and I told I am practicing lawyer here. Till today, I inaugurated many books, which is connected to NRIs and NRI policies, and Gulf NRI struggles here in this country, and some guidelines for them. It's a great opportunity to inaugurate the book. Thank you so much for inviting us. As Sir mentioned, we should come from all the states. So many writers are there, upcoming writers are there. We should encourage them. Thanks a lot. ഡോക്ടർ സുഷമ ശങ്കറിന് എൻ്റെ ഹൃദയം പറഞ്ഞ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. കാരണം അവർ ഭാഗ്യവതിയാണ്. അവരുടെ ആദ്യത്തെ ബുക്ക് തന്നെ നമ്മുടെ ഇന്ത്യൻ അസോസിയേഷൻ്റെ പ്രസിഡൻ്റാണ് ഇവിടെ ആദ്യത്തെ പരിപാടിയിൽ ഇവിടെ റിലീസ് ചെയ്തത്. അത് ശരിക്കും അഭിമാനത്തിൻ്റെ മസ്തകം ഉയർത്തിപ്പിടിക്കാൻ നമുക്ക് എളുപ്പം തരുന്ന ഒരു പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എത്ര കുറച്ച് ആളുകളാണ് ഇവിടെ ഉള്ളത് എന്നുള്ളതല്ല പ്രശ്നം, ഇവിടെ വെച്ച് ഇത് പ്രകാശനം ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. വളരെ സന്തോഷമുണ്ട്. എൻ്റെ ഒരു പ്രേരണ കൊണ്ടാണ് സുഷമാജി ഇവിടെ എത്തിയത്. അപ്പം ഞാൻ പറഞ്ഞു, ഒരു പ്രാവശ്യം നിങ്ങൾ വന്നാൽ എല്ലാ പ്രാവശ്യവും വരും. അപ്പം ഇപ്രാവശ്യം എൻ്റെ ചേരത്തുമ്പിൽ പിന്നെ തൂങ്ങിയിട്ടാണ് വന്നതെങ്കിൽ അടുത്ത പ്രാവശ്യം അവർ എന്നെ വിളിക്കും കൂടെ ഉണ്ടാവും ഞാൻ വിചാരിക്കുന്നില്ല. കാരണം അവർ അത്രയും ഇത്രയും എല്ലാ സ്ഥലങ്ങളും കണ്ട് മനസ്സിലാക്കി. അവരുടെ മരുമകൾ അല്ലെങ്കിൽ മകളെന്ന് പറയാൻ സംഗീത, ഡോക്ടർ സംഗീതയും വന്നിട്ടുണ്ട്. അപ്പം അത്രയും ദിവസം ഒരിക്കലും വിട്ടുമാറാൻ ഒരു നേരം പോലും അവർക്ക് അവരുടെ ക്ലാസ്സിൽ നിന്ന് വിട്ടുപോകാൻ പറ്റാത്തൊരു സമയത്ത് സമയം ഉണ്ടാക്കി 5 ദിവസം മരുമകളെ കൊണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് ലീവ് എടുപ്പിച്ച് വന്നതാണ്. അപ്പം അതുകൊണ്ട് ഈ ഒരു പരിപാടിയിൽ ഇത്രയും പേര് പങ്കെടുത്തതിന് നിങ്ങളോടൊക്കെയുള്ള നന്ദി ഞാൻ ആദ്യം അറിയിക്കുകയാണ്. സുഷമാജിക്ക് വേണ്ടി
പിന്നെ അവരുടെ അച്ഛൻ തന്നെ ചെല്ലപ്പനായർ തോറ്റമ്പാട്ടിൻ്റെ ആചാര്യനായിരുന്നു. അപ്പം അങ്ങനെ ഒരു പാരമ്പര്യം, സാഹിത്യത്തിൻ്റെതായ ഒരു പാരമ്പര്യമുള്ള ഒരു എഴുത്തുകാരിയാണ് അവർ. അപ്പം അവർ ONV സാറിൻ്റെ ഭൂമിക്കൊരു ചരമഗീതം, അതുപോലെ അക്ഷരം, പിന്നെ ഇടശ്ശേരിയുടെ ഭൂതപ്പാട്ട്, ഇതൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്തു എന്നുള്ളത് അതിന് കന്നഡയിലേക്ക് അവർ മലയാളിയായിട്ടുള്ള അവർ ബാംഗ്ലൂരിൽ ചെന്നതിന് ശേഷം കന്നഡ അക്ഷരമാല പഠിക്കുകയും പിന്നെ അതിൽ അവർ ഡിഗ്രി എടുത്തു, മാസ്റ്റർ ഡിഗ്രി എടുത്തു, MPhil ചെയ്തു, ഡോക്ടറേറ്റ് എടുത്തു. അപ്പം ഇതിനൊക്കെ അവരുടെ ജീവിതം തന്നെ അവിശ്രമമായ ഒരു പരിശ്രമമായിരുന്നു. ആ പരിശ്രമത്തിൻ്റെ ഫലശ്രുതിയാണ് ഈ പുസ്തകം. അപ്പോൾ ഈ അടുത്ത പ്രാവശ്യം പുസ്തകം എഴുതണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, കൊണ്ടുവരാൻ വേണ്ടി. അപ്പോൾ ശരിക്കും ഈ പഴയ കാലത്ത് ഈ അച്ഛൻ്റെ കല്യാണം എന്ന് പറഞ്ഞ ബുക്കാണ് കേട്ടോ ഞാൻ വായിച്ചത്. അച്ഛൻ്റെ കല്യാണം എന്ന് പറഞ്ഞാൽ എത്ര വിചിത്രമായൊരു പേരാണ്. നമ്മുടെ വിചാരിച്ചത് എന്തൊരു ബുക്കായിരിക്കും. അപ്പം ഞാൻ ആലോചിച്ച് നോക്കാം, പഴയ കാലത്ത് പിന്നെ നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് മക്കളുണ്ടെങ്കിൽ ആ അമ്മയും മകളും ഒരുമിച്ച് പ്രസവിച്ചെടുക്കുന്ന കാലം ഉണ്ടായിരുന്നു പണ്ട്. അതേപോലെ കല്യാണം കഴിക്കാതെ വീട്ടിൽ മാലിട്ടിട്ട് വധുവാക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അതും വലിയ വലിയ വീടുകളിൽ നടന്നിരുന്നു. അങ്ങനെ ഒരു പെൺകുട്ടീനെ, അനാഥയായ ഒരു പെൺകുട്ടീനെ, വീട്ടിൽ ജോലി ചെയ്യുന്ന ഒരു പെൺകുട്ടിയെ വീട്ടിൽ വെച്ചിട്ട് വിവാഹം കഴിച്ചു, തുളസിമാരെടുത്ത് കല്യാണം കഴിച്ചു. അതിനുശേഷം ഇദ്ദേഹം ഗൾഫിൽ പോയി. ഇവിടെയാണ് വന്നത്, ദുബായിൽ. അദ്ദേഹം വന്നിട്ട് തിരിച്ചു പോകുമ്പോൾ അദ്ദേഹത്തിന് വേറൊരു വധുവിനെയാണ് കണ്ടെത്തിയത്. അദ്ദേഹത്തിൻ്റെ നിലയ്ക്കും വിലയ്ക്കും അനുസരിച്ചുള്ള ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചപ്പോൾ അപ്പോഴേക്കും ഇവർക്കൊരു കുട്ടിയുണ്ട്. ആ കുട്ടിയാണ് അച്ഛൻ്റെ കല്യാണം കണ്ടത്. അച്ഛൻ്റെ കല്യാണം കണ്ടത് അങ്ങനെ 2 പാർട്ടാണ്. ഞാൻ മിഞ്ഞാന്നാണ് ഞാനിങ്ങോട്ട് വരാനുള്ള പുറപ്പാടിനുണ്ടെങ്കിൽ ഈ പുസ്തകം വായിച്ചിരുന്നു പോയി. ബാക്കി പാക്കിങ്ങും കാര്യങ്ങളൊക്കെ മറന്നുപോയി. അത്രയും ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു സ്റ്റോറിയാണത്. നിങ്ങളെല്ലാവരും വാങ്ങണം. ഞാനെപ്പോഴും പറയാറുണ്ട്, ഒരാൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു കുടുംബത്തിന് വേണ്ടി മരിച്ച് ജീവിക്കുന്നതിനേക്കാൾ 1000 പേർക്ക് വേണ്ടി ജീവിച്ചു മരിക്കാനാണ് എനിക്കിഷ്ടമെന്ന്. അങ്ങനെ ശക്തിശാലിനിയായ നമ്മുടെ പ്രിയങ്കരിയായ സുഷമാജിയെ ഒന്നുകൂടെ ആശീർവദിച്ചുകൊണ്ടും അഭിനന്ദിച്ചുകൊണ്ടും എൻ്റെ വാക്കുകളെ ഞാൻ അവസാനിപ്പിക്കുന്നു. ഭൂതപ്പാട്ടിൻ്റെ കന്നഡ ആവിഷ്കരണമാണ് ഭൂതത ഹാളി. കേരളത്തിൻ്റെതായ സംസ്കാരമാണ് കന്നഡകളുടെ, മാംഗ്ലൂരുകളുടെ. അവിടുത്തെ യക്ഷഗാനവും നമ്മുടെ കഥകളിക്കൊക്കെ ഒരുപാട് സാമ്യതകളുണ്ട്. ഒരു 6-7 വർഷങ്ങൾക്ക് മുമ്പ് ഭൂതപ്പാട്ട് കന്നഡ കുട്ടികൾക്ക് നാടക രൂപത്തിൽ കളിക്കാൻ വേണ്ടിയിട്ട് അത് വിവർത്തനം ചെയ്യുകയും അതിനുശേഷം അതിനിപ്പം സമ്പൂർണ്ണമായിട്ട് പുസ്തക രൂപത്തിൽ വരികയും ചെയ്യുന്നു. ഈ പുസ്തകത്തിൻ്റെ ആഴങ്ങളിലേക്കൊന്നും പോയില്ല. ഞാൻ പറഞ്ഞ ഒരു നിയോഗം എന്ന് പറയുന്നത് ഭൂതപ്പാട്ടിൻ്റെ കന്നഡ പരിഭാഷ, അതും അദ്ദേഹത്തിൻ്റെ പേരക്കുട്ടി സ്വീകരിക്കാനാവുക, അതിന് സാന്നിധ്യം വഹിക്കാൻ എനിക്കാവുക എന്നത് ഒരു നിയോഗമാണ്. കാരണം 1983 UAE ആദ്യമായി മലയാളത്തിൽ ഒരു നൃത്ത നാടകം അരങ്ങേറി. അത് ഭൂതപ്പാട്ടായിരുന്നു. ദുബായ് ആർട്ട് ലവേഴ്സ് അസോസിയേഷൻ ദലയുടെ ആഭിമുഖ്യത്തിൽ ആ ഭൂതപ്പാട്ട് സംവിധാനം ചെയ്ത് അവതരിപ്പിച്ചത് ഞാനായിരുന്നു. അതിൽ ഭൂതമായി അഭിനയിച്ചതും ഞാനാണ്. കാണുമ്പോൾ ഒരു ഭൂതത്തിനെ പോലെയുള്ളത്. അതിലെ ഏറ്റവും മഹത്തരമായ മറ്റൊരു കാര്യം, ഭൂതം പിന്നീട് മോഹിനിയാവുന്നുണ്ട്. കേട്ടിട്ടില്ലേ തുടി കൊട്ടും കലർന്നോട്ടു ചിലമ്പലുകൾ അയ്യവരവമ്പിളി പൂങ്കുല വെയിലണിഞ്ഞ കരിഭൂതം. ഇതാണ് അതിൻ്റെ തുടക്കം. എന്തായാലും വളരെ സന്തോഷം, സൗഭാഗ്യം ഉണ്ടാവട്ടെ, ഏറെ ആളുകൾ വായിക്കപ്പെടട്ടെ. ഇന്ന് വന്നിട്ടുണ്ട്. അദ്ദേഹം തൊതൽകുടി എന്ന എൻ്റെ മാസപത്രികയുണ്ട്. അത് നവംബർ മാസം കന്നഡ രാജ്യോത്സവത്തിൻ്റെയാണ്. ആ സ്പെഷ്യൽ എഡിഷൻ കോപ്പി ഈസ് ഗോയിങ് ടു റിലീസ് ബൈ Sarvottam Shetty, the President of Karnataka Sangha from Abu Dhabi. Thank you so much. You're welcome, and also I'm going to be invited to release this. This program brought to you by NK Group, Lucky Center and Lucky Department Store, Ajuman.